ഹംഗറിയിലെ പ്രവാചക എന്നറിയപ്പെടുന്ന സിസ്റ്റർ നദാലിയുടെ ഡയറി ഗ്രൂപ്പിൽ ഈശോ ഈ സിസ്റ്ററോട് പ്രത്യേകം 1950-കളിൽ അരുളി ചെയ്തു, നീ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരിക്കുന്ന സമയത്ത് യേശുവെന്ന് മാത്രം നിന്റെ ആദരത്തിലുണ്ടായിരിക്കട്ടെ. ദുഃഖം കാരണം, നിരാശ കാരണം, രോഗം കാരണം, കഷ്ടപ്പാട്, ക്ലേശവും ജീവിതത്തിന് ഞെരുക്കം കാരണം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്ത് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, നീ യേശുവേ യേശുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. നിന്റെ ആദരത്തിൽ യേശുനാമം ഉള്ള സമയത്ത് നരകം അടയ്ക്കപ്പെടും എന്നാണ് ഈ ഹംഗറിയിലെ പ്രവാചകയായ സിസ്റ്റർ നദാലയോട് കർത്താവ് പറഞ്ഞു കൊടുത്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക, യേശുവിൻ്റെ നാമത്തെ ആവർത്തിക്കുക, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുക. അവിടെ നരകം അടയ്ക്കപ്പെടും. എങ്കിൽ നരകം അടയ്ക്കപ്പെടുമ്പോൾ രോഗങ്ങൾ ഇല്ലാതാകും, നരകം അടയ്ക്കപ്പെടുമ്പോൾ ബന്ധനം കഴിയും, നരകം അടയ്ക്കപ്പെടുമ്പോൾ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയാ. അച്ചോറൊക്കെയാണ് 5-8 മാസങ്ങൾക്ക് മുമ്പ് ഈ തൃശ്ശൂർ ദേശത്തു നിന്നൊരു ചെറുപ്പക്കാരൻ, ഒരു പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവൻ ധ്യാനത്തിന് വേണ്ടി വന്നു. അവന് 18 വയസ്സാണ്. അധികം സൈസൊന്നുമില്ല, ഒരു 50 കിലോ വെയിറ്റ് കഷ്ടിയേ ഉണ്ടാവുള്ളൂ. അവൻ ധ്യാനത്തിന് വന്നപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ ധ്യാനത്തിന് വന്നിട്ട് അവൻ്റെ വചന ഹാളിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല. കയറിയ ഉടനെ പുറത്തേക്ക് വരികയാണ്. സ്തുതിക്കാൻ വേണ്ടി അവന് പറ്റുന്നില്ല, യേശുവിൻ്റെ നാമം പറയാൻ പറ്റുന്നില്ല. സ്തുതിപ്പ് കേൾക്കുമ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥത. ഇവൻ ഡോർമെട്രിയിലേക്ക് പോരും. ശുശ്രൂഷകരെ ഇവനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ അവിടെ ഡോർമെട്രി കട്ടിലിരിക്കുകയാണ്. ഇവനെ വീണ്ടും വചനഹാളിൽ കൊണ്ടുവരും. അവിടെ ചെന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവൻ വീണ്ടും പുറത്തേക്ക് വരും. സംഭവം ഇതാണ്, അവൻ പറഞ്ഞതനുസരിച്ച് ആദ്യ കുർബാന സ്വീകരണവും ആദ്യ കുമ്പസാരവും കഴിഞ്ഞതിന് ശേഷം 18-ാമത്തെ വയസ്സിൽ ധ്യാനത്തിന് വരുന്ന സമയത്താണ് അവൻ പിന്നീടൊന്ന് കുമ്പസാരിക്കുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നെ അവൻ്റെ അപ്പം നേരത്തെ മരിച്ചുപോയി. അവൻ വീട്ടിൽ നാട് വിട്ടുപോയി, ബാംഗ്ലൂരൊക്കെ പോയി സാത്താനെ ആരാധിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പിൽ അകപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചെയ്യാവുന്ന എല്ലാവിധ തിന്മകളും ചെയ്ത് ഇവൻ്റെ അമ്മ കണ്ണീരോടെ ഈ തൃശ്ശൂർ ദേശത്തിരുന്ന് കുറേ കാലങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മിക്കവാറും ഇവിടെ കൺവെൻഷനൊക്കെ അമ്മ വന്നുകൊണ്ടിരുന്നതാണ്. അമ്മ വന്ന് പ്രാർത്ഥിച്ച് 18-ാമത്തെ വയസ്സിൽ ഇവൻ തിരിച്ചു വന്നു. എന്നിട്ട് ഇവൻ ധ്യാനത്തിന് വേണ്ടി വന്നാണ്. ആദ്യത്തെ 2 ദിവസം ഇവനെ വചനഹാളിൽ പോലും കയറ്റാൻ വേണ്ടി പറ്റിയില്ല. ഡോർമെട്രിയിൽ അവനെ കടത്തിയിരിക്കുകയാണ്. ഇവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സുകളുടെ അടുത്തൊരു പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയാ. അപ്പോൾ ധോണിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവെന്തായാലും വന്നതായതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ചില സിസ്റ്റേഴ്സിന് ഈ ഇവരുടെ ഡോർമെട്രിയിൽ ഇവൻ കിടക്കുന്ന സ്ഥലത്ത് ഇവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അവരിരുന്ന് കൊന്തയിലും യേശുനാമം പറഞ്ഞുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സിസ്റ്റേഴ്സ് ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസവും ഇല്ല. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ വയലൻ്റ് ആകും. 2ാമത്തെ ദിവസം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന കൂടുമ്പോൾ ഇവൻ വയലൻ്റ് ആകും. ഇവൻ കട്ടിലിൽ നിന്ന് താഴെ വീണു. 2 ടയർ കട്ടിലാണ്, 2 തട്ടുള്ള കട്ടിലാണ്. 2 അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള സിസ്റ്റേഴ്സ് ഇവൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒറ്റ കാലുകൊണ്ട് ആ 2 പേർക്ക് കിടക്കുന്ന നല്ല വെയിറ്റുള്ള കട്ടിൽ ഒറ്റ കാലുകൊണ്ട് ചവിട്ടി ഒന്ന് പൊക്കി. അവിടെ ഇരിക്കുന്ന നല്ല ആരോഗ്യമുള്ള സിസ്റ്റേഴ്സാണ്. ഇവരും കൂടെ പൊങ്ങി തെറുക്കുന്ന രീതിയിൽ അത്രയും പിശാചിൻ്റെ ആവാസം ഉണ്ടായത് ചെറുപ്പക്കാരൻ. അവിടെ ഇരുന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിച്ച് 2ാമത്തെ ദിവസമായപ്പോഴേക്കും കുറച്ച് ശാന്തമായി. 3ാമത്തെ ദിവസം ഇവരെ ധ്യാനഹാളി കയറ്റി ആരാധന സമയത്ത് ഈശോ അത്ഭുതകരമായി അവനെ തൊട്ടു. ഹല്ലേലൂയാ. ഈശോയെ നന്ദി. എന്നിട്ട് ഇവൻ ശരിക്കൊന്ന് കുമ്പസാരിച്ചു. ആ ധ്യാനത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പിന്നീട് യേശുവിനെ സ്തുതിച്ചിരുന്നത്, യേശുവിനെ ആരാധിച്ചിരുന്നത് ഇവനാണ്. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഇവൻ വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് 1 മാസം ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു, ധോണി സെൻറ്ററിൽ സൗകര്യം വളരെ കുറവാണ്, ശുശ്രൂഷയ്ക്ക് തുടങ്ങി വരുന്നുള്ളൂ, അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് ആൾക്കാരെ നിർത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് അട്ടപ്പാടിക്ക് 1 മാസം പറഞ്ഞു വിട്ടു. അവനവിടെ പോയി സഖ്യോനിലെ വട്ടാച്ചൻ്റെ കൂടെ 1 മാസം അവിടെ നിന്ന് ഇന്ന് ഈ ദേശത്ത് ഒരു കോൺഗ്രിഗേഷനിൽ അവൻ സെമിനാരിക്കാരനായി കഴിഞ്ഞ ജൂൺ മാസം ചേർന്നു. ഹല്ലേലൂയാ. ഈശോയെ നന്ദി.
പ്രിയപ്പെട്ടവരെ, ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് 18-ാമത്തെ വയസ്സിലാണ് രണ്ടാമത്തെ ഒരു കുർബാന സ്വീകരണം കുമ്പസാരം ഉള്ളത്. അവൻ സാത്താനെ ആരാധിക്കുന്നവരുടെ ഗണത്തിൽ പെട്ടിട്ടും അവൻ്റെ അമ്മ വീട്ടിലിരുന്ന്, ആ പാവപ്പെട്ട അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കൺവെൻഷനൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് 18-ാമത്തെ വയസ്സിലാണ് ആ മകന് തിരിച്ചു കിട്ടിയപ്പോൾ അത് പൂർണ്ണ അഭിഷേകത്തോടെ കർത്താവ് തിരികെ കൊടുത്തു. ഹല്ലേലൂയ. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മകനും കൂടെ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി വന്നു. അന്ന് മകൻ കയറി ആൾക്കാരെന്ന് സാക്ഷ്യം പറയുമ്പോൾ അമ്മ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ജെറുസലേം ആലയത്തിൽ വന്ന് കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ഈ ആലയത്തിൽ വന്ന് എന്ത് നിയോഗത്തോടെ ആണെങ്കിലും നമ്മളിത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജനലക്ഷങ്ങൾ വന്ന് അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ടാണ് ഒത്തിരി കാലം മുമ്പ് ചെറുതായി തുടങ്ങിയ ശുശ്രൂഷ ആലയത്തിൽ ഓരോ വർഷം കഴിയുന്തോറും ശുശ്രൂഷയുടെ അഭിവൃദ്ധി, വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് കൂട്ടമായി ജനം വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു പോയതിൻ്റെ ഒരു തെളിവാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഈ ജെറുസലേം കൂടാരത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കരങ്ങൾ ഉയർത്തുന്ന കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ നിയോഗങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. സ്വരം ഉയർത്തുന്ന കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് വലിയ വിശ്വാസത്തോടെ, വലിയ തുറവിയോടെ, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവൻ, അവൻ്റെ ആലയത്തിൽ വരുന്ന ആരെയും തള്ളിക്കളയാത്ത കർത്താവ്, അവിടുന്ന് ഈ വചന കൂടാരത്തിൽ വെച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ കണ്ണുനീർ അവിടുന്ന് കാണും. എൻ്റെ രോഗം അവിടുന്ന് സുഖപ്പെടുത്തും. എൻ്റെ ആത്മീയ മേഖലയിൽ അപജയങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ വീശി രണ്ട് ഹല്ലേലൂയ ഉറക്കെ പറയാം, ശക്തിയോടെ, ഒരു കൂടി സർവശക്തിയോടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ചുരുങ്ങിയ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി കർത്താവ് തന്നിട്ടുള്ളൊരു വചനം യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം അതിൽ 29-ാമത്തെ തിരുവചനമാണ്. യെശയ്യായുടെ പ്രവചനം 40:29 വചനപ്രകാരം പഠിപ്പിക്കുന്നു: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആത്മീയ മേഖലയിലോ ഭൗതിക ജീവിതത്തിലോ തളർച്ചയുടെ അനുഭവത്തിലൂടെ പോയിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. പട്ടത്തച്ഛൻ തുടക്കത്തിൽ പറഞ്ഞു, അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ തളർച്ചകളുണ്ട്, സമർപ്പിതരായ തളർച്ചകളുണ്ട്, കുടുംബസ്ഥർക്ക് അവരുടെ തളർച്ചകളുണ്ട്. ഈ ഭൂമിയിലാണോ എങ്കിൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എന്നെങ്കിലും തളരാത്ത വ്യക്തികളില്ല. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ദുർബലരായി തീരാത്ത വ്യക്തികളില്ല. പക്ഷേ വചനം പഠിപ്പിക്കുകയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, തളർന്നവന് ബലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വളരെ ഉറക്കി വചനം പറയാം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ബൈബിളിൽ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യപ്പെട്ട രണ്ട് വ്യക്തികളാണ്. ഒന്ന് മോശ പ്രവാചകൻ, രണ്ടാമത് ഏലിയ പ്രവാചകൻ. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ വരാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ച്, കടന്നു പോകലിനെ കുറിച്ച് യേശുവിനോട് സംസാരിച്ചിരുന്നു. താബോർ മലയിൽ മഹത്വീകരിക്കപ്പെട്ട ഈശോയുടെ സന്നിധിയിൽ സ്വർഗത്തിൻ്റെ കൂട്ടായ്മയായി കടന്നു വന്ന മോശ പ്രവാചകൻ, ഒപ്പം ഏലിയ പ്രവാചകൻ, പഴയ നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ സാക്ഷികളായി, പ്രതിനിധികളായി മോശയും ഏലിയായും താബോർ മലയിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ മോശയുടെയും ഏലിയായുടെയൊക്കെ ജീവിതത്തിൽ
ഏലിയാ പ്രവാചക ജീവിതത്തിൽ അവർ കടന്നുപോയ ചില ഞെരുക്കത്തിന്റെ സമയങ്ങളുണ്ട്, തളർച്ചയുടെ സമയങ്ങളുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ മോശ പ്രവാചകൻ തളരുന്ന ഒരു സമയമുണ്ട്. അതിപ്രകാരമാണ് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരുഭൂമിയിൽ 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ദൈവജനം അന്നും ഇന്നും ഞെരുക്കം വരുമ്പോൾ പിറുപിറുക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ സ്വഭാവം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തന്നെ സാക്ഷികളാണല്ലോ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവവും വചനം പഠിപ്പിക്കുന്നു. ജനം കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധത്തിൽ പിറുപിറുത്തു. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ. എന്നിട്ട് മരുഭൂമിയിൽ വെച്ച് കർത്താവ് അത്ഭുതകരമായി തൻ്റെ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനം അവിടെ ഇരുന്ന് പിറുപിറുക്കുകയാണ്. ഈജിപ്തിലെ വെള്ളരിക്ക, ഈജിപ്തിലെ സവാള, ഈജിപ്തിലെ വെളുത്തുള്ളി, ഇങ്ങനെ കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിനെ ഓർത്ത് പിറുപിറുക്കുന്ന സ്വഭാവം. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അമ്മച്ചിമാര് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ 25 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്കുന്ന സവാളയും വെളുത്തുള്ളി എൻ്റെ വീട്ടിലെ കാര്യത്തെക്കുറിച്ചാണ്. അതേ സ്വഭാവമാണ് ഇവിടെ ഇസ്രായേൽക്കാര്. വെളുത്തുള്ളി, സവോള, കഴിഞ്ഞ കാലത്തെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുക്കിയാണ്. ഈ മോശ പ്രവാചകൻ മാത്രം ഇത് കേൾക്കാനുള്ളത്. ദൈവത്തിനെതിരെ ജനം പിറുപിറുക്കുന്നു, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. ആ സമയത്ത് മോശ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മോശയ്ക്ക് തൻ്റെ സങ്കടം ജനത്തോട് പറയാൻ വേണ്ടി പറ്റുമോ? ആട് മേയിച്ച് നടന്ന സമയത്ത് വളരെ സമാധാനമായി സ്വസ്ഥമായി നടന്ന വ്യക്തിയാണ് മോശപ്രവാചകൻ. മോശപ്രവാചകൻ സന്തോഷം, അമ്മായിപ്പിന് സന്തോഷം, ആടുമാടുകൾക്ക് അതിനേക്കാൾ സന്തോഷം. ഒരു കുഴപ്പമില്ലാതെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മോശപ്രവാചകൻ. അപ്പോഴാണ് കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ച് തൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ആ ദൗത്യം സ്വീകരിച്ചു, ദൈവത്തെ അനുസരിച്ചു എന്നൊരു കുരുത്തക്കേട് മാത്രമേ മോശപ്രവാചകൻ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട് മേയിച്ച് നടന്നിരുന്നെങ്കിൽ ദൈവം വിളിച്ച സമയത്ത് അത് സ്വീകരിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി മോശപ്രവാചകൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ പിറുപിറുക്കല് മോശയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ജനത്തെ പ്രതി ദൈവം പറഞ്ഞ കൽപ്പനയനുസരിച്ച് ആടുമേയ്ക്കലൊക്കെ അവസാനിപ്പിച്ചിട്ട് ജനത്തെയും കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ വേണ്ടി ദൗത്യം സ്വീകരിച്ച മോശയ്ക്കെതിരെയാണ് ഈ ദൈവജനം പിറുപിറുക്കുന്നത്. എന്നിട്ട് 11-ാം അധ്യായത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരത്തിന്റെ വാതിക്കലിരുന്നത് നിലവിളിക്കുന്നത് മോശ കേൾക്കുകയാണ്, വിലപിക്കുകയാണ്. 20 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം എല്ലാവരും കൂടാരത്തിന്റെ വാതിക്കലിരുന്ന് വിലപിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് പോന്നല്ലോ, കാനാൻ ദേശത്ത് എത്തിയിട്ടില്ലല്ലോ, ഈ മോശ പ്രവാചകനാണ് ഇതിനെല്ലാം കാരണം, ഈ ദൈവത്തെ വിശ്വസിച്ചതാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് വിലപിക്കുക. അടിസ്ഥാന കാരണം ഇതാണ്, അവർക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാൻ ഇറച്ചിയില്ല. ഇറച്ചി കഷ്ണങ്ങൾ കിട്ടാത്തതിനെ ഓർത്തിട്ടാണ് ഈ ജനം പരാതി പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സമയത്ത് അവർ വിചാരിച്ച സമയത്ത് കിട്ടാത്തത് കൊണ്ട് ജനം നിലവിളിക്കുകയാണ്, പിറുപിറുക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് മോശ പ്രവാചകൻ ഈ സങ്കടമൊക്കെ കാണുമ്പോൾ വേറെ ആരോടെ മോശ സങ്കടം പറയുക? മോശ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഈ ജനത്തെ ഞാനാണോ ഗർഭം ധരിച്ചത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ എന്ന പോലെ, ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോകാൻ ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്റെ സങ്കടങ്ങൾ മുഴുവൻ ഇറക്കി വെക്കുന്ന മോശപ്രവാചകനെയാണ് സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഫറവോന്റെ മുമ്പിൽ കർത്താവ് കൊടുത്ത മഹത്വത്തിന്റെ വടി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത് തന്റെ ജനത്തെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന മോശപ്രവാചകൻ പകൽ സമയത്ത് മേഘത്തണലും രാത്രിയിൽ അഗ്നിസ്തംഭവുമായി കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മോശപ്രവാചകൻ മരുഭൂമി വെച്ച് ആട് മേയ്ക്കുന്ന സമയത്ത് കത്തിയിട്ടും എരിഞ്ഞ് ചാമ്പലാകാട്ട തീയുടെ മുൾപ്പടപ്പിന്റെ സാന്നിധ്യം വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിഞ്ഞ മോശപ്രവാചകൻ. ഇത്രയും ദൈവാനുഭവത്തിൽ വന്ന മോശപ്രവാചകൻ ഇപ്പോൾ ദൈവത്തോട് പറയാണ്, ദൈവമേ, ഈ ജനത്തെ മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്നതുപോലെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോകുവാൻ ഞാനാണോ ഇവരെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് ദൈവത്തോട് സങ്കടം പറയുന്ന
പരാതി പറയുന്ന മോശ പ്രവാചകൻ. അവസാനം മോശ പ്രവാചകൻ 15-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ ദയ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. ഹല്ലേലൂയ. ദയവ് തോന്നി എന്നെ ഒന്ന് കൊന്നുകളയണം, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കൺവെൻഷൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം വ്യക്തികൾ ജീവിതത്തിൽ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ വഴിമുട്ടുന്ന സമയത്ത് ഹൃദയത്തിൽ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഇതിലും ഭേദം മരിച്ചു പോകുക, ഇതിലും ഭേദം എൻ്റെ ജീവൻ ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഏതൊക്കെ വ്യക്തികൾ ഹൃദയത്തിൽ നിന്ന് വേദനയോടെ പറഞ്ഞിട്ടുണ്ടോ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ആ വേദന കണ്ണുനീര് കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഇവിടെ മോശ പറഞ്ഞു, ഇപ്രകാരമാണോ അവിടുന്ന് എന്നോട് വർത്തിക്കുന്നത് എങ്കിൽ ദയ തോന്നി എന്നെ കൊന്നു കളയണം, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. ഈ മോശയ്ക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടി 11-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിനുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് ചോദിച്ചു, എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ? ഹല്ലേലൂയ. എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് മോശേ നീ കാണും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് ഈ കൺവെൻഷൻ ഹാളിൽ ഈ വചനകൂടാരത്തിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവിന് പറയാനുള്ളത് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പ്രവാചകനോട് പറഞ്ഞ വചനം തന്നെയാണ്. എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ അത് കണ്ടു. കർത്താവ് ഒരു കാറ്റയച്ചു. കർത്താവിൻ്റെ കാറ്റ് കാടപ്പക്ഷികളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, കാടപ്പക്ഷികളെ കഴിച്ച് മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വന്ന് വയറിളക്കം പിടിച്ച് കുറേ പേര് കൂട്ടം കൂട്ടമായി മരിക്കുന്ന സ്ഥിതിയിലേക്ക് ആ ജനത്തിൻ്റെ ഗതി വന്നു. ഹല്ലേലൂയ. മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് അത്രയും വിധത്തിൽ 1 മാസത്തോളം സമൃദ്ധമായി ഈ ഇസ്രായേൽ ജനം ഇറച്ചി കഷ്ണങ്ങൾ ഭക്ഷിച്ചു. എന്തിനെക്കുറിച്ചാണോ അവർ പരാതി പറഞ്ഞത്, ഇനി അതിനെക്കുറിച്ച് പരാതി പറയാൻ ഇടയാവാത്ത വിധം തലമുറകൾ ഓർത്തിരിക്കുന്ന വിധത്തിൽ കർത്താവ് ആ ജനത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൺവെൻഷൻ ഹാളിൽ വന്ന് ഈ ജെറുസലേം വചനകൂടാരത്തിൽ വന്ന് എന്തിനെയോർത്താണോ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നത്, ആ മേഖലയെക്കുറിച്ച് ഇനി കരയാനാവാത്ത വിധത്തിൽ എന്തിനെയോർത്താണോ വ്യാകുലപ്പെടുന്നത്, അതിനെയോർത്ത് ഇനി വ്യാകുലപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി 2 ഹല്ലേലൂയ ഉറക്കെ പറയട്ടെ, ശക്തിയോടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതല്ല പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിനൊന്നും അച്ഛൻ പറയുമ്പോൾ, ഇന്ന് ഈ ജെറുസലേം ആലയത്തിൽ വെച്ച് വചനം പ്രസംഗിക്കുമ്പോൾ പട്ടം കിട്ടുന്ന സമയത്ത് 13 വർഷം മുമ്പ് അച്ഛൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിൽ പോലും അൽത്താര ബാലനായി കയറാൻ പോലും പേടിയായിരുന്നു. 11-ാമത്തെ വർഷം സെമിനാരിൽ ജീവിക്കുമ്പോൾ അൽത്താര ബാലനായിട്ട് കയറേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് പനിയാന്ന് പറഞ്ഞ് കിടക്കും, അല്ലെ വയറുവേദന എന്ന് പറഞ്ഞ് കിടക്കും. കാരണം കുർബാന പുസ്തകം അൽത്താര ബാലനായിട്ട് പുസ്തകം വായിക്കാൻ പോലും പേടിയാണ്, ലേഖനം വായിക്കാൻ പേടിയാണ്. ഹല്ലേലൂയ. പട്ടം കിട്ടുന്ന സമയത്ത് ഞാൻ പാലക്കാടുകാരനാണ്. അന്ന് ഞാൻ വിചാരിച്ചു, ദൈവമേ ചങ്ങനാശ്ശേരിയിലായിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായിരുന്നു. കാരണം അവിടെ ജനത്തെ നോക്കേണ്ട ആവശ്യമില്ല, അൽത്താരെ നോക്കി കുർബാന അർപ്പിച്ച മതി. പിന്നെ സൈഡിൽ കുറെ കർട്ടനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പേരെ കാണത്തുള്ളൂ. പക്ഷെ പാലക്കാട് കർട്ടനും ഇല്ല, ജനത്തെ നോക്കി കുർബാന അർപ്പിക്കുകയും വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 11 വർഷം സെമിനാരിൽ ജീവിച്ചിട്ട് ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ വന്ന് കർത്താവ് ആ ഭയം എടുത്തു മാറ്റി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അൽത്താരപാലനായിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായി ചെയ്തിരുന്ന ഒറ്റ കാര്യമുള്ളൂ, ലേഖനം വായിക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് പൊക്കി അവസാനം അച്ഛൻ താഴ്ത്തി അവസാനം തരാതായി. വെള്ളവും വീഞ്ഞ് ഒരുക്കാൻ വേണ്ടി തരത്തിലായിരുന്നു. വെള്ളം ഒന്നി താഴെ പോകും, അല്ലെങ്കിൽ വീഞ്ഞ് താഴെ പോകും. അവസാനം അതൊന്നുമില്ല.
സമാധാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ മരവിച്ചിരിക്കുക, തണുത്ത് വിറച്ചിട്ട്. ഞാൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരുള്ള സമാധാനം പോകും. ഹല്ലേലൂയ. ആകപ്പാട് നന്നായി ചെയ്തിരുന്നത് ഈ മണിയടിക്കൽ മാത്രം. വേറെ ഉള്ളത് കൊണ്ട് അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 40:29, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. മോശ പ്രവാചകൻ തളർന്നവനായിരുന്നു, മോശ പ്രവാചകൻ ശക്തി അറ്റവനായിരുന്നു, മടുത്തു പോയതാണ്. ദൈവമേ, ഇതിലും ഭേദം എൻ്റെ ജീവൻ അങ്ങ് എടുത്തുകൊള്ളാൻ വേണ്ടി പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിച്ചവനാണ്. പക്ഷേ ആ മോശയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതമായി ഇടപെട്ടു. തൽക്കാലത്തേക്ക് കാനാൻ ദേശം കാണാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും താബോർ മലമുകളിൽ ഈശോ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ അവിടെ സ്വർഗത്തിന്റെ പ്രതിനിധിയായിട്ട് ഇതാ മോശ പ്രവാചകനുമുണ്ട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. തളർന്നവന് ബലം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. വളരെ ഉറക്കെ പറയാം, തളർന്നവന് ബലം നൽകുന്നവനാണ് എൻ്റെ കർത്താവ്. തളർന്നവന് ബലം നൽകുന്നവനാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വ്യക്തി നമ്മൾ കാണുന്നത് അത് ഏലിയ പ്രവാചകനാണ്. വലിയ മഹത്വത്തോടുകൂടി ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ. ആഹാബിന്റെ ജസബലിന്റെ കാലഘട്ടത്തിൽ വളരെ മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത വ്യക്തി. എന്നാൽ കാർമൽ മലമുകളിൽ, രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ കാർമൽ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി അഗ്നി ഇറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്ന മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്ത പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അത് രാജാക്കളുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. 18-ാം അധ്യായത്തിൽ ഇത്രയും മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ 19-ാം അധ്യായത്തിൽ ജസബലും ആഹാബും കൂടെ ഈ ഏലിയ പ്രവാചകനെ വധിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ ജീവനം കൊണ്ട് പലായനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ജീവനം കൊണ്ട് ഓടുകയാണ്. അവസാനം 4-ാമത്തെ വാക്യത്തിൽ ഓടി തളർന്ന് മരുഭൂമിയിൽ ഒരു മുൾച്ചെടിയുടെ, വാടാമുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന ഈ പ്രവാചകൻ തലേദിവസം ബലിവസ്തുവിന്റെ മുകളിൽ അഗ്നി ഇറക്കിയ പ്രവാചകൻ, മഹത്വത്തിന് ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ. ഇത് അടുത്ത അധ്യായത്തിൽ കർത്താവോട് പറയാണ്, അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും. ഹല്ലേലൂയ. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും. തലേ ദിവസം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് കണ്ട പ്രവാചകൻ വിജാതീയ പ്രവാചകന്മാരുടെ മുമ്പിൽ, അന്യ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ചിട്ട്, ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് കർത്താവാണ് ജീവിക്കുന്ന ദൈവമെന്ന് മഹത്വത്തോടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അത്രയും മഹത്തായ പ്രവൃത്തി കാണിച്ച പ്രവാചകൻ, അത്രയും വിശ്വാസമുള്ള പ്രവാചകൻ ഇതാ പിറ്റേ ദിവസം വിശ്വാസം ദുർബലപ്പെട്ട് അവൻ പ്രാണരക്ഷാർത്ഥം ഓടുക. എന്ന് മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുക, കർത്താവേ മതി, അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടാറുണ്ട് ഏലിയായി നിറഞ്ഞ പോലെ, ഏലീഷായി നിറഞ്ഞ പോലെ. ഈ പ്രവാചകനൊന്നും ഒറ്റ ദിവസം കൊണ്ട് ശക്തി പ്രാപിച്ചവരല്ല. ആ പ്രവാചകന്റെ ജീവിതത്തിലും ഞെരുക്കത്തിന് സമയമുണ്ട്. ആ പ്രവാചകൻ ജീവിതത്തിലും മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ തളർന്നവന് ബലം നൽകുന്ന നമ്മുടെ കർത്താവ്, ദുർബലന് ശക്തിപ്പെടുന്ന നമ്മുടെ ദൈവം ഈ പ്രവാചകനെയും ശക്തിപ്പെടുത്തി. ഈ പ്രവാചകനാണല്ലോ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, മരിച്ചാൽ മതി എന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ പതറിപ്പോയ പ്രവാചകനെയാണല്ലോ ഉടലോടെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന വ്യക്തികളോട് കർത്താവിന് പറയാനുള്ളത്, അവസാനിച്ചു എന്ന് പറയാൻ സത്യമായിരിക്കാം. നിന്റെ പരിശ്രമം അവസാനിച്ചിട്ടുണ്ടാകാം, നിനക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നീ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നിന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയില്ല, പരിമിതികളില്ല. ഹല്ലേലൂയ. അത് ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ആത്മാവിലാണെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ ശക്തിക്ക് പരിധിയില്ല, പരിമിതിയില്ല. ലൂക്ക 1:37 അവിടുത്തേക്ക് ഒന്നും അസാധ്യം അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ.
കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ഈ ആലയത്തിൽ വെച്ച് തന്നെ അവിടുത്തെ മഹത്വം കാണും. അടുത്ത വർഷം ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ അവിടെ നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വേദനകൾ, ഉത്കണ്ഠ, ആകുലതകൾ നമുക്ക് സമർപ്പിക്കാം. രോഗികളെ അവിടെ സുഖപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട് എന്ന് തന്നെ കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 16 മുതൽ വാക്യങ്ങളിൽ 18 വർഷമായി കൂന് പിടിച്ച് സാത്താൻ ബന്ധിച്ചിരുന്ന മകള് സാബത്ത് ദിവസത്തിൽ ഫരിസയരും സദൂക്കാരും നിയമജ്ഞരും അവർ സാബത്തിന്റെ നിയമം പറഞ്ഞ് സുഖപ്പെടുത്താൻ സമ്മതിക്കാത്ത സമയത്ത് പോലും, മാനുഷിക നിയമങ്ങളെ അതിലംഘിച്ച് പോലും യേശു അവളെ സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ മകളെ, അബ്രാഹത്തിന്റെ ഈ മകളെ സുഖപ്പെടുത്തേണ്ടതില്ലെന്നോ യേശു സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവരുടെ രോഗികൾ രോഗം കർത്താവിന് കൊടുക്കുക, മനസ്സിന്റെ ഉൾക്കണ്ട കർത്താവിന് കൊടുക്കുക, ആത്മാവിൽ അസ്വസ്ഥത കർത്താവിന് കൊടുക്കുക. ആ മേഖലയിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ, അത് ആത്മീയ ശുശ്രൂഷയുള്ളവരും കുടുംബസ്ഥരും വ്യത്യസ്ത ജീവിതാന്തസ്യപ്പെട്ടവരുടെ ജീവിതത്തിൽ പിശാച് കൊടുക്കുന്ന വലിയൊരു പ്രലോഭനമാണ്, വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന പാപത്തെക്കാട്ടിലും ദൈവത്തെ വേദനിപ്പിക്കുന്നത് പാപത്തിൽ വീണതിന് ശേഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാതെ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മരിയ ഫോസയുടെ ഡയർഗബിൽ വിശുദ്ധ മരിയ ഫോസയുടെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ മകളെ, നിന്റെ പാപം ഈ ലോകത്തിലെ എല്ലാ പാപികളുടെയും പാപം ഒരുമിച്ച് കൂട്ടിയാലുള്ള അത്രയാണെങ്കിലും അതിനേക്കാൾ വലുതാണ് എൻ്റെ കരുണ എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അനേകര് എന്തെങ്കിലും ജീവിതത്തിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ, പോരായ്മ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പാപത്തിൽ പെട്ട് കഴിഞ്ഞാൽ, വിചാരിച്ച വിധത്തിൽ നന്മയോടെ ജീവിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും പ്രലോഭനം അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കുമ്പസാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ, ഇനി അടുത്തൊരു ധ്യാനം കൂടിയിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ, അതുവരെ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോയിട്ട് കാര്യമില്ല എന്നൊരു നുണച്ചിന്ത പിശാച് അനേകരുടെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിച്ചല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവർക്ക് വേണ്ടി അല്ല മെഡിക്കൽ കോളേജ് ഉള്ളത്, രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അപ്പൊ പാപമുള്ള വ്യക്തി, കുറവുള്ള വ്യക്തി, അവൻ ആദ്യം ആശ്വാസം തേടേണ്ടത് കർത്താവിന്റെ സന്നിധിയിലാണെന്ന് വിശുദ്ധ മരിയ ഫോസയുടെ ഡയർഗബിലും ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ കായന്റെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ ബലി തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞ കായൻ സ്വന്തം സഹോദരനെ വധിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ ശാപം വരികയാണ്. ദൈവത്താൽ ശപിക്കപ്പെട്ട വ്യക്തി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 12 മുതൽ വാക്യങ്ങളിൽ 11-12 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു, നീ ശപിക്കപ്പെടാനായിരിക്കും, നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം നൽകുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ശാപം പേറുന്ന കായൻ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുന്നൊരു കാര്യമുണ്ട്. അത് 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ സന്നിധി ശാപം പേറുന്ന കായൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ശപിച്ചിരിക്കുന്നത്, ഇനി വേറെ ഹയർ കോർട്ടില്ല, വേറെ മാപ്പപേക്ഷിക്കാൻ വേറെ സാധ്യതയില്ല. എന്നിട്ടും ബലിയർപ്പണത്തെ തിരസ്കൃതനായ കൊലപാതകിയായ കായൻ ദൈവത്തോട് വിളിച്ചു, ദൈവമേ, എനിക്ക് വഹിക്കാവുന്നതിൽ വലുതാണ് ഈ ശിക്ഷ. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ കായൻ നിലവിളിച്ചു. ഈ കായനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്,
അവനെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടി കൊലപാതകയായിരുന്നിട്ടും അവൻ്റെ മേൽ മുദ്രയിടുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിലെ കാര്യമില്ല. പഴയ നിയമത്തിൽ വെച്ച് തന്നെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ആയപ്പോഴേക്ക് മനുഷ്യൻ അപജയത്തിലേക്ക് പോയി ആദ്യത്തെ കൊലപാതകി ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേൽ മുദ്രയിടാനും മാത്രം കരുണയുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് പാപത്തിന്റെ മേഖലയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത് അവസാനം അഭിഷേകം നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ന്യായാധിപനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലിസ്ത്യർ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുമ്പോൾ ഫിലിസ്ത്യർക്കെതിരെ ഇസ്രായേൽ ജനത്തിനാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സാംസൺ, അവൻ 20 വർഷത്തോളം ന്യായാധിപനായി ശുശ്രൂഷ ചെയ്തു. 19 വർഷം അവൻ വിശുദ്ധിയോടെ ജീവിച്ചു, വിശ്വസ്തയോടെ ജീവിച്ചു. അവൻ്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു. അവസാന നാളുകളിൽ അവൻ ഇടറിപ്പോയി. ചില തെറ്റായ ബന്ധങ്ങളിലേക്ക് അവൻ വീണു. കർത്താവ് പറഞ്ഞ അവൻ അനുസരിച്ചില്ല. രഹസ്യം പുറത്തു പറയരുതെന്ന് കർത്താവ് പറഞ്ഞിരുന്നു, അവൻ രഹസ്യം പുറത്തു പറഞ്ഞു. അവൻ്റെ മുടി മുറിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിരുന്നു, അവൻ മുടി മുറിച്ചു. ഇതാ അനുസരണക്കേട് കാണിച്ച സാംസൺ അഭിഷേകം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു അടിമയെ പോലെ ശത്രുപാളയത്തിലാണ്. അവൻ്റെ കണ്ണ് ചുഴന്നെടുത്തു. ഓട്ട് ഞങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു, തടവുകാരനാക്കി, മാവ് പൊടിക്കുന്ന ജോലി ലയിപ്പിച്ചു. അവസാനം ഇതൊരു സർക്കസ് കൂടാരത്തിലെ മൃഗത്തെ പോലെ സാംസനെ കൊണ്ടുവന്ന് അഭ്യാസം കാണിപ്പിക്കുകയാണ്. തലേനാളുകൾ കഴിഞ്ഞ 19 വർഷം അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്ത സാംസൺ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ പ്രവാചകൻ, ഇപ്പോ ഇതാ സർക്കസ് കൂടാരത്തില് ഒരു അഭ്യാസിയെ പോലെ, ഒരു മൃഗത്തെ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഭ്യാസം കാണിക്കുന്ന ഒരു അപജയത്തിലേക്ക് വന്നു. ധൂർത്തപുത്രൻ പന്നിക്കുട്ടി വെച്ച സുബോധം ഉണ്ടായതുപോലെ ഈ സമയത്ത് സാംസൺ ദൈവത്തോട് 2 കാര്യം പ്രാർത്ഥിക്കുകയാണ്. അനുസരണക്കേട് കാണിച്ചവനാണ്, പാപം ചെയ്തവനാണ്, ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കൃതനായതാണ്. എന്നിട്ടും ഈ ന്യായാധിപനായ സാംസൺ 2 കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം സാംസൺ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവ്, ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് എൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണം, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തരണം. ദൈവത്തിന് നിലവിളിച്ചു. ഹല്ലേലൂയ. തിരസ്കൃതനായിരുന്നിട്ടും അവിശ്വസത കാണിച്ചിട്ടും സാംസൺ നിലവിളിച്ചപ്പോ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ സാംസനെ കർത്താവ് ശക്തിപ്പെടുത്തി. അവൻ തൂണുകളെ പിടി തള്ളി, നമുക്കറിയാമല്ലോ. എന്നിട്ട് 3000-ലധികം ആളുകള് ആ സമയത്ത് കൊല്ലപ്പെട്ടു. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, അവൻ കൊന്നപ്പോൾ, അവൻ മരണസമയത്ത് കൊന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ കൊന്നവരെക്കാൾ അധികമായിരുന്നു എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19 വർഷക്കാലം സാംസൺ വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവത്തോടുള്ള സമർപ്പണത്തിലും കൃത്യതയോടെ ജീവിച്ച കാലഘട്ടത്തിൽ, ആ 19 വർഷ കാലഘട്ടത്തിൽ ഈ സാംസന്റെ ജീവിതത്തിൽ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങിയതിനേക്കാൾ മഹത്തരമായ അഭിഷേകം അവൻ ഇടറിപ്പോയതിനു ശേഷം, അവൻ വീണു പോയതിനു ശേഷം, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് നിലവിളിച്ച് അവൻ പ്രാർത്ഥിച്ചപ്പോൾ പുതിയൊരു അഭിഷേകം കർത്താവ് കൊടുത്തു, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാംസന്റെ ശത്രു അവനെ അടിമത്തത്തിലാക്കിയതാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇന്ന് നീ വീണെടുത്ത് കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ, അത് ഏത് പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലോ, ഏത് ബലഹീന മേഖലയാണെങ്കിലോ, നീ വീണ് കിടക്കുന്ന സ്ഥലത്തു നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നിനക്കെതിരെ യുദ്ധം ചെയ്യുന്ന നിന്റെ ശത്രുവായ പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ സാംസൺ അവൻ മരിക്കുന്ന സമയത്ത് അവൻ വധിച്ചവർ ജീവിച്ചിരുന്നപ്പോൾ കഴിഞ്ഞ 19 വർഷത്തെ അവന്റെ സമർപ്പിത ജീവിതത്തിൽ, അവന്റെ ശുശ്രൂഷ ജീവിതത്തിൽ അവൻ വധിച്ചവരെക്കാൾ അധികമായിരുന്നു. പക്ഷെ സാംസന് പറ്റിയ പ്രശ്നം എന്താ? അവൻ 2ാമത് ഒരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചു. അതായിരുന്നു സാംസന്റെ പ്രശ്നം. സാംസൺ പ്രാർത്ഥിച്ചു, കർത്താവേ അവരോടുകൂടി ഞാനും മരിക്കട്ടെ. ഹല്ലേലൂയ. അവരോടുകൂടി ഞാനും മരിക്കട്ടെ. ദൈവമായ കർത്താവ് 2 പ്രാർത്ഥനയും കേട്ടു. അവൻ ശത്രുക്കൾക്ക് പ്രതികാരം ചെയ്തു, അവരോടുകൂടി അവനും മരിച്ചു. അവന്റെ കാര്യം തീർന്നു. ഹല്ലേലൂയ.
അതേസമയം ഈ സാംസനെക്കാട്ടിലും കായേനെക്കാട്ടിലും കഠിനമായ പാപത്തിൽ വീണുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് വചനം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്, സാമുവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ചിട്ടാണ്. കായേൻ ചെയ്ത കൊലപാതകം അതേ രീതിയിൽ തന്നെ ദാവീദ് രാജാവ് ചെയ്യുന്നുണ്ട്. ഇവിടെ സാംസൺ ചെയ്തതുപോലെ ദൈവത്തിലുള്ള അവിശ്വസ്തത ദാവീദ് രാജാവ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ കൂടുതൽ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. അതുകൊണ്ട് ഈ ദാവീദ് രാജാവ് അവന്റെ കുറവിനെ കുറിച്ച്, അവന്റെ അവിശ്വസ്തതയെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ വന്നിട്ട് നീ പാപം ചെയ്തു എന്ന് അവന്റെ മുമ്പിൽ വന്ന് വചനം പറഞ്ഞപ്പോൾ ദാവീദ് ചെയ്യുന്ന കാര്യം കായേൻ പ്രാർത്ഥിച്ചതുപോലെയോ സാംസൺ പ്രാർത്ഥിച്ചതുപോലെയോ പ്രാർത്ഥന അവൻ അവസാനിപ്പിച്ചില്ല. ദാവീദ് പ്രാർത്ഥന സങ്കീർത്തനം 51:11 നമുക്കറിയാലോ. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഹല്ലേലൂയ. സാംസൺ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് മരിക്കണം എന്നല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. ദാവീദ് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ദൈവമേ എന്നെ തള്ളിക്കളയരുത്. ഞാൻ വീണവനാണ്, ഞാൻ ഇടറിയവനാണ്, അവിശ്വസത കാണിച്ചവനാണ്, ഒത്തിരിയേറെ നെറികേടുകൾ കാണിച്ചവനാണ്. എങ്കിലും ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. വീണ്ടും ദാവീദ് പ്രാർത്ഥിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുത്തു കളയരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദാവീദ് രാജാവിന്റെ പാപത്തിന്റെ പ്രത്യാഘാതം ബൈബിളിൽ യഥാർത്ഥത്തിൽ വരികയാണെങ്കിൽ ആഹാബ് രാജാവിൻ്റെയും ജസബിലിൻ്റെയും ജീവിതത്തിൽ വന്നതുപോലെ പ്രത്യാഘാതം വരേണ്ടതാണ്. ആഹാബും ജസബിലും നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി നാബോത്തിനെ കൊന്നതാണ്. അതിനേക്കാൾ പാപം ചെയ്ത വ്യക്തിയാണ് ദാവീദ് രാജാവ്. പക്ഷേ ആഹാബിനും ജസബിലും വന്ന ദുരന്തം എന്താണ്? ആഹാബ് രാജാവിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ജസബിലിന്റെ അസ്ഥികൾ പോലും കിട്ടാത്ത വിധത്തിൽ നായ്ക്കൾ അത് കടിച്ചുകൊണ്ടുപോയി. അതുപോലെ വലിയ ദുരന്തം പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന ദൈവശാസ്ത്രം നിലനിൽക്കുന്ന പഴയ നിയമത്തിൽ ഈ ദാവീദിന് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ദാവീദ് അനുദപിച്ചു. ദാവീദ് നിലവിളിച്ചു, കർത്താവേ എന്നെ തള്ളിക്കളയരുത്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. ഈ ദാവീദിനോട് ദൈവം കൊടുക്കുന്ന കൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ പാപം വന്ന് അവൻ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്യുന്ന കൃപ, ഒന്നാമത്തെ ഒരു കൃപ, അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു. യേശുവിന്റെ വംശാവലിയിൽ അനുദപിച്ച പാപിയായ ദാവീദിന്റെ പേര് കർത്താവ് ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് എത്ര അപജയത്തിൽ വീണവനാണെങ്കിലും ദാവീദ് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് കരുണ കാണിച്ചു. അവന്റെ പേര് യേശുവിന്റെ വംശാവലിയിൽ ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിൽ കുടുംബ യൂണിറ്റ് നടക്കുമ്പോഴോ, കുടുംബ സമ്മേളനം നടക്കുന്ന സമയത്ത്, ഫാമിലി കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ പറയോ, എൻ്റെ വല്യപ്പനായിരുന്നു ദാവീദെന്ന്. ദാവീദിന്റെ കയ്യിലിരിപ്പാണ് അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി. വീട്ടിലൊരു കല്യാണം വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയോ, നമ്മൾ ഇന്നയാളുടെ. ഹല്ലേലൂയ. പക്ഷെ ദാവീദിന്റെ പേര് യേശുവിന്റെ വംശാവലി ചേർത്ത് വെച്ചു. രണ്ടാമത്തെ ഒരു ബ്ലെസ്സിങ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നീതിമാനായ യൗസേ പിതാവിനെ ദൂതൻ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വപ്നത്തിൽ ദൂതൻ വന്ന് പറയുന്നത് നീതിമാനായ യൗസേ പിതാവിനെ അല്ല വിളിക്കുന്നത്, ദാവീദിന്റെ പുത്രനായ യോസേഫ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് പാപം ചെയ്ത് നെറികേട് കാണിച്ചു, എന്നിട്ടും അനുദപിച്ച് ദൈവത്തിന് സന്ധ്യ കാരുണ്യം സ്വീകരിച്ച ദാവീദിന്റെ പേരിലാണ് യോസേഫ് പിതാവിനെ പോലും ദൂതൻ അഭിസംബോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു അനുഗ്രഹം ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആട്ടിടയന്മാർക്ക് ദൂതന്മാർ വന്ന് സന്ദേശം കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ, പാപത്തിൽ വീണവനാണെങ്കിലും അനുദപിച്ചവന്റെ പട്ടണത്തെ ദൈവം അനശ്വരമാക്കി അതിനെ എല്ലാ കാലഘട്ടത്തിലേക്കും തൻ്റെ പുത്രന്റെ വാസസ്ഥലമായി തെരഞ്ഞെടുത്തു. ദാവീദിന്റെ പട്ടണത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നാലാമത്തെ പ്രത്യേകത, നടപടി പുസ്തകം 13-ാം അധ്യായം 22 വചനം പഠിപ്പിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ദൈവം പറയാണ്, പാപത്തിൽ വീണെങ്കിലും അനുദപിച്ച ദൈവസന്നിധി നിലവിളിച്ച ദാവീദിനെ കുറിച്ച്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ കണ്ടെത്തിയെന്ന്. അഞ്ചാമത്തെ ഒരു ബ്ലെസ്സിങ് ദാവീദിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. 2 സാമുവേൽ 7:15, അവനിൽ നിന്നും എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. സാവൂളിൽ നിന്ന് അഭിഷേകം പോയി, സാംസണിൽ നിന്ന് അഭിഷേകം പോയി, പക്ഷേ ദാവീദിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, സ്ഥിര സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ചൊരിയപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ അവനിൽ നിന്നും എൻ്റെ സ്ഥിര സ്നേഹം പിൻവലിക്കില്ല എന്ന് പറഞ്ഞാൽ, ദാവീദിൽ നിന്നും അവൻ്റെ വംശത്തിൽ നിന്നും ദൈവത്തിൻ്റെ അഭിഷേകത്തെ ദൈവം എടുത്തു കളയുകയില്ല എന്ന്. ആറാമത്തെ അനുഗ്രഹം ഈ ദാവീദിൻ്റെ കൊടുത്ത കർത്താവ്, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അനുദപിക്കുന്നവന്റെ, പശ്ചാത്തപിക്കുന്നവന്റെ, വീണുപോയവൻ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, തള്ളിക്കളയരുതെന്ന് വിളിച്ചാൽ അവന്റെ സിംഹാസനം എന്നേക്കും നിലനിർത്തും ദൈവം. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ചോറൊക്കെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിന് വന്നപ്പോൾ, ആത്മഹത്യ ചെയ്താൽ മതി, എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ധ്യാനത്തിന് വന്ന ഒരു സഹോദരി, 2 വർഷം മുമ്പാണ്. ആ സഹോദരിയെ ധ്യാനത്തിൽ വെച്ച് കർത്താവ് അത്ഭുതകരമായി അഭിഷേകത്താൽ നിറച്ചു, കൃപയാൽ നിറച്ചു. ഇന്ന് ഭാരതത്തിൽ അനേക സ്ഥലങ്ങളിൽ വൈദികർക്കും സിസ്റ്റേഴ്സിനും സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് പോലും കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യാവുന്ന വിധത്തിൽ വരദാനങ്ങളാൽ ഈ വ്യക്തിയെ കർത്താവ് നിറച്ചു. ഹല്ലേലൂയ. 2 വർഷം മുമ്പ് എനിക്കിനി മരിച്ചാൽ മതി, എല്ലാം തകർന്നു, നിരാശപ്പെട്ട് ജീവിതത്തിൽ എല്ലാം തകർന്നു വന്നൊരു വ്യക്തി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായ ഉപകരണമായി ദൈവം ഉയർത്തി. എന്ന് മാത്രമല്ല, ഇന്ന് ആ വ്യക്തിയുടെ വൻ കാര്യങ്ങൾ കർത്താവ് ഭാരതസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലന് അവിടുന്ന് ശക്തി പകരും. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സോളമൻ രാജാവ് പാപത്തിൽ വീണ് കഴിയുമ്പോൾ സോളമനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഞാൻ നിന്നോട് കരുണ കാണിക്കും. നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഈ അകൃത്യം നിന്റെ കാലഘട്ടത്തിൽ വരത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി അനുദപിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചപ്പോൾ എത്രത്തോളം ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചുയർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൺവെൻഷൻ ഹാളിൽ വന്നിരുന്ന്, ഈ ജെറുസലേം വചനകൂടത്തിൽ വന്നിരുന്ന് മനസ്സ് പതറിയിരിക്കുന്ന വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, രോഗത്തിൻ്റെ വേദനയേക്കാൾ, മനസ്സിൻ്റെ വേദനയേക്കാൾ കഠിനമായ വേദനയാണ് എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കുമോ, എൻ്റെ ദൈവം എന്നോട് പൊറുക്കുമോ, ഞാൻ ഇത്രയും കാലം കർത്താവിനോട് ജീവിച്ചിട്ട് ഞാൻ വീണു പോയില്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ച തീരുമാനമെടുത്താണ് ഇനി ഒരിക്കലും പാപം ചെയ്യില്ല എന്ന്, പക്ഷെ ഞാൻ വീണു പോയില്ലേ, ഇനി എന്നോട് എൻ്റെ കർത്താവ് ക്ഷമിക്കുമോ എന്ന് മനസ്സിൽ നിരാശരായിരിക്കുന്ന വ്യക്തികൾ, എന്നോട് എൻ്റെ കർത്താവ് കരുണ കാണിക്കുമോ, ദൈവം എന്നെ തള്ളിക്കളയുമോ, ആ ഒരു വേദനയാണ് രോഗത്തിൻ്റെ വേദനയേക്കാൾ, മനസ്സിൻ്റെ വേദനയേക്കാൾ ആത്മാവിലെ നൊമ്പരമാണ് ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയർ ഗ്രൂപ്പിൽ വിശുദ്ധ രാവിലെ ഒരു തീരുമാനമെടുത്തു, ഇന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം, ആ പാപത്തിൽ വീഴാതെ ഞാൻ ശ്രദ്ധിക്കും. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും വിശുദ്ധ വലിയ വേദനയോടെ കർത്താവിന് സന്നിധിയിൽ വന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ തീരുമാനമെടുത്താണ്, പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും 10 പ്രാവശ്യം ഈ പാപത്തിൽ ഞാൻ വീണുപോയി, എനിക്ക് നിന്റെ അടുത്ത് വരെ ലജ്ജ തോന്നുന്നു. ഈശോ വിശുദ്ധയോട് പറഞ്ഞ മറുപടി, നീ ഓരോ പ്രാവശ്യവും എൻ്റെ അടുത്ത് വന്ന് കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നീ എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഓരോ പ്രാവശ്യം വന്ന് ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നീ എന്നെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം നിന്റെ പിതാവ്, നിന്റെ ദൈവം കരുണയുള്ളവനാണെന്ന് നീ പരസ്യമായി പ്രഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. അതേസമയം പിശാചിരുന്ന ചിന്ത എന്താ? നീ പാപം ചെയ്തു, ഇനി നീ ദൈവസന്നിധിയിൽ പോയിട്ട് കാര്യമില്ല, നീ നശിച്ചു, നിനക്ക് രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ.
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ ഒത്തിരിയേറെ പിശാചിൻ്റെ കെണികൾ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ചരിത്രം കൂടി ബൈബിളിൽ നമ്മളൊന്ന് കാണണം. അച്ഛൻ പറഞ്ഞു, മോശ പ്രവാചകൻ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഏലിയ പ്രവാചകൻ എൻ്റെ പ്രാണനെ എടുക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇവരൊക്കെ ആകപ്പാടെ ചെയ്തൊരു കാര്യം, ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് ദൈവത്തെ അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊന്നും വിശുദ്ധരായതുകൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളൊക്കെ തന്നെ ദൈവത്തിന്റെ കരുണയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ട് മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി യോഗ്യതയുള്ളവര് യേശുവിന്റെ സന്നിധി കൊണ്ടുവന്നപ്പോ ഈശോ അവളോട് കരുണ കാണിച്ചു. ഇവളാണ് യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷിയായി മാറിയത്, ആദ്യത്തെ സാക്ഷിയായി മാറിയത്. ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ ചാർജ് എടുത്തു കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഈ മഗ്ദലന മറിയത്തിന് പുതിയൊരു സ്ഥാനം കൊടുത്തു, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള, ഒരിക്കലും വീഴാത്ത, സൽപ്പേരുള്ള ആരെയെങ്കിലും ഉയർപ്പിന്റെ സാക്ഷിയാക്കി എടുത്തുകൂടായിരുന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മഗ്ദലന മറിയത്തെ പോലെ വേദനിച്ചിരിക്കുന്ന അനേകർക്ക് ആശ്വാസമായി അവളെ കർത്താവ് വിശുദ്ധീകരിച്ചു, തന്റെ സാക്ഷിയാക്കി മാറ്റി. ഇനി യോനാ പ്രവാചകന്റെ ചരിത്രം എന്താണ്? ദൈവം പറഞ്ഞു, നീ നിനവിലേക്ക് പോകണം. നേരെ അനുസരണക്കേട് കാണിച്ച് പോയ വ്യക്തിയാണ്. അവനെ ദൈവം പിന്നാലെ പോയി അവനെ തിരഞ്ഞെടുത്ത് രൂപപ്പെടുത്തി വീണ്ടും നിലവിൽ അയക്കുകയാണ്. അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ യോനാ പ്രവാചകനെ കർത്താവ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ നിനവയ്ക്ക് വേണ്ടി ഒരു പ്രവാചകൻ ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഹല്ലേലൂയ. സമരിയാക്കാരി സ്ത്രീ വന്നപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല, 6ാമത്തവന്റെ കൂടെ ജീവിക്കുക. ഒരു സമരിയാക്കാരി സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ അനുവാദമുണ്ട്, ലീഗലാണ്. അത് പോരാഞ്ഞിട്ട് 6ാമത്തെ വ്യക്തി നിയമം തെറ്റിച്ചു, പാപത്തിലാണ്. അതിൻ്റെ പേരിൽ കർത്താവ് അവളെ തള്ളിക്കളഞ്ഞില്ല. സമരിയ ദേശത്തേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം കർത്താവ് വിട്ടത് ഈ സമരിയാക്കാരി സ്ത്രീയെ. ഹല്ലേലൂയ. ചുങ്കക്കാരൻ മത്തായി ബ്ലേഡ് വലിച്ചിക്ക് തുല്യമാണ്. കാശ് കൂടുതൽ പിരിച്ച് നാട്ടുകാരെ വഞ്ചിക്കുന്ന വ്യക്തിയാണ്. അവന് സാമ്പത്തിക മേഖലയെ ക്രമക്കേടുകൾ കാണിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, കുറച്ച് വഞ്ചന കാണിക്കുന്ന തട്ടിപ്പ് കാണിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവനെ കർത്താവ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ സുവിശേഷകന്മാരുടെ ഗണത്തിൽ ഒരിക്കലും ഒരു മത്തായി സുവിശേഷം ഉണ്ടാകുമായിരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദാവീദിന്റെ കാര്യം നമ്മൾ കണ്ടു, സാവൂളിന്റെ കാര്യം. ആദിമസഭയെ പീഡിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന സാവൂള്, എസ്തബനസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൂട്ടുന്ന സാവൂള്, അവനെയല്ലേ കർത്താവ് മാനസാന്തരപ്പെടുത്തി സഭയിലെ ഏറ്റവും വലിയ മിഷണറിയാക്കി മാറ്റിയത്. സഭയിൽ നിന്ന് പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാള് ഒരുമിച്ച് ആഘോഷിക്കുന്നത് സഭയുടെ നെടും തൂണുകളായി. പത്രോസിനെ പീഡിപ്പിക്കാൻ വേണ്ടി നടന്ന പൗലോസും ഇപ്പോ പത്രോസിന്റെ തിരുനാൾ ദിവസം പൗലോസിന്റെ തിരുനാളാണ്. എന്താ, സഭയെ പീഡിപ്പിക്കാത്ത വിശുദ്ധിയോടെ ജീവിക്കുന്ന വേറെ ആൾക്കാരെ കിട്ടാഞ്ഞിട്ടാണോ കർത്താവ് സാവൂളിനെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധനാക്കി മാറ്റിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പ്രവാചകൻ കൊലപാതകിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കയർത്ത് ഈജിപ്തുകാരനെ അടിച്ചു കൊന്ന് മണലിൽ കുഴിച്ചിട്ടാണ് മോശ പ്രവാചകൻ. കൊലപാതകിയാണോ ഒരു ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്നത്? ആ പ്രവാചകരുടെ കർത്താവ് കരുണ കാണിച്ചു. മോശയുടെ അകൃത്യം കർത്താവ് ക്ഷമിച്ച് അവന് ദൈവം തൻ്റെ കയ്യിലെ ഉപകരണമാക്കി മാറ്റി. അപ്പസ്തോലന്മാരെ എടുത്താലും പ്രിയപ്പെട്ടവരെ, ആരാണ് ഉള്ളത് ഒന്ന് നല്ലെന്ന് പറയാൻ? സുവിശേഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് അപ്പസ്തോലന്റെ മണ്ടത്തരങ്ങളും അപജയങ്ങളും, യേശു നേരിട്ട് ഒരു അപ്പസ്തോലനെ സാത്താനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രോസിനെയാണ്. എന്നിട്ട് അതേ അപ്പസ്തോലിനെ തന്നെ കർത്താവ് മാർപ്പാപ്പിയാക്കി മാറ്റിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തെ ചരിത്രം എന്ന് പറയുന്നത്, വിശുദ്ധരായി ജനിച്ചവരെയും കൊണ്ട് ദൈവം പ്രവർത്തിച്ചതല്ല, മറിച്ച് ബലഹീനരായ വ്യക്തികളെ, കുറവുള്ള വ്യക്തികളെ ദൈവം വിശുദ്ധീകരിച്ച്, ദൈവം ശക്തിപ്പെടുത്തി, ദൈവം തൻ്റെ കയ്യിലെ ഉപകരണങ്ങളാക്കി മാറ്റിയതിൻ്റെ ചരിത്രമാണ് ഇസ്രായേൽ ചരിത്രം, സഭയുടെ ചരിത്രം. ഇനിയും അത് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഗബ്രിയേൽ ബോസ് എന്ന മിസ്റ്റിക്കിനോട് ഈശോ പറയുന്നുണ്ട്, നീ എന്നെങ്കിലും വിശുദ്ധയായിട്ട് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നാൽ
എനിക്കൊരിക്കലും അത് സാധിക്കില്ല. കാരണം നീ എല്ലാ കാലഘട്ടത്തിലും പാപം ഉള്ള വ്യക്തി തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും വലിയ മിഷനറിയായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞാൻ ദുർഭകനായ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ ബലഹീനരാണ്. അതുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യോഗ്യത കൊണ്ട്, നമ്മുടെ പുണ്യം കൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും നേടാൻ വേണ്ടി ഇല്ല. എന്നാൽ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, അവൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് എല്ലാ പാപത്തിൽ നിന്നും ക്ഷമയുണ്ട്, എല്ലാ തിന്മയിൽ നിന്നും മോചനമുണ്ട്. യേശു നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയർഗോബിൽ വിശുദ്ധിയുടെ കർത്താവ് പറഞ്ഞു, ഒരാത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാൾ അധികമാണെങ്കിൽ പോലും അവൻ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ എൻ്റെ കരുണയുടെ ആഴത്തിൽ അതെല്ലാം മുങ്ങിപ്പോകും. ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കൃപ സ്വീകരിക്കാൻ യോഗ്യതയുള്ളത് എന്ന്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലോർക്കാം. കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിനും അടിസ്ഥാനം. പാവനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാൻ വേണ്ടി വന്ന ജനക്കൂട്ടത്തോടെ യേശു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ കല്ലെറിയട്ടെ. പത്രോസിന്റെ ചരിത്രവും സമരിയക്കാരുടെ ചരിത്രവും മോശയുടെ ചരിത്രമൊക്കെ ഇന്നും ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഇന്ന് ഈ കൺവെൻഷൻ ഹാളിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ചങ്കുറപ്പോടെ പറയാൻ വേണ്ടി പറ്റുമോ, ഒരു പാവനിയായ സ്ത്രീയെ നമ്മുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് കല്ലെറിയാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന്? വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചാനലിലൂടെയും ഒക്കെ കല്ലെറിയുമ്പോൾ ഓർക്കുക, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. വിധിക്കപ്പെടാതിരിക്കാൻ ആരെയും വിധിക്കാതിരിക്കാം. കർത്താവിൻ്റെ കരുണ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരെയും വിധിക്കാതിരിക്കുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവം കാരുണ്യവാനാണ്. പക്ഷെ ആ കരുണ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരോട് കരുണ കാണിക്കാൻ, അത് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും കരുണ കാണിക്കാൻ, വീണവരോട് കരുണ കാണിക്കുന്നതാണ് ദൈവം. ദുർബലന് ശക്തി പകരുന്നതാണ് നമ്മുടെ ദൈവം. ബലഹീനനെ അവിടെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗികൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പാപത്തിൽ വീണുപോയവര് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഒരു കാലത്ത് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തിട്ട് ക്രമം മങ്ങിപ്പോയി, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുമോ എന്ന് വിചാരിച്ചിരിക്കുന്നവര് ഏലിയ കർത്താവിൽ ആശ്രയിച്ചതുപോലെ, മോശ കർത്താവിൽ ആശ്രയിച്ചതുപോലെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുക. കർത്താവ് പുതിയൊരു അഭിഷേകം നൽകും. യെശയ്യാ 40:31. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും.